നീ SMS എന്ന് പറഞ്ഞ ശിവ മനസ്സുള്ള ശക്തിയല്ലേ? അതെന്റെ ഫേവറേറ്റ് പടമാണ്. കറക്റ്റ് വൈബാ നീ പറഞ്ഞ. അതിലെ ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് തുടങ്ങണ അതിലാണല്ലോ. ഈ കട്ടപ്പനയിലൊക്കെ ത്രൂ ഔട്ടുള്ള ഒരു കോൺസെപ്റ്റിന്റെ ശരിക്കും തുടക്കം വന്ന സിനിമകളിൽ ഒന്നായിരുന്നല്ലോ. അതായത് റെഫറൻസ്. നമുക്കതല്ല റെഫറൻസ്. നമുക്ക് ഈ പറയുന്ന സിദ്ദിഖ് സാറിന്റെ ഒക്കെ മൂവിയൊക്കെ തന്നെയാണ് റെഫറൻസ്. എപ്പോഴും ചിരിച്ചിരിച്ച് ഇങ്ങനെ ഒരു കണ്ണീര്. ഈ ശരിക്കും പറയല്ലോ, ഇപ്പൊ ആളുകൾക്ക് എപ്പോഴും ഒരു ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിരിപ്പടങ്ങൾ കുറവാന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ചിരിയുടെ റൈറ്റർ പറയൂ, ശരിക്കും ഒരു പെർസ്പെക്റ്റീവ് മാറിയിട്ടുണ്ടോ ആളുകൾക്ക് ചിരിപ്പടത്തോടുള്ള? എനിക്ക് 2-3 ഇപ്പൊ ഞാൻ ബമ്പർ ചിരി എന്ന് പറഞ്ഞ വലിയ പരിപാടിയിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ജഡ്ജസ് ആയിട്ട് ഇരുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ, ഓഡിയൻസ് ആയിട്ട് വരുന്നവര് പല ഏജ് കാറ്റഗറി വരും. ഇപ്പൊ 2K കിഡ്സ് വരും, Gen Z വരും, അതല്ലാതെ മധ്യവയസ്കർ വരും, പിന്നെ കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള അമ്മമാരൊക്കെ വരും. അപ്പൊ എല്ലാവരുടെയും ചിരിയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. സ്കിറ്റിൽ ചില തമാശകൾ, കണ്ടംപററി ആയിട്ടുള്ള തമാശകൾക്ക് ഇപ്പൊ ഈവൻ നമ്മുടെ ആറാട്ടണ്ണനെ അനുകരിച്ച് കഴിഞ്ഞാല് അത് അമ്മമാർക്ക് ചിലപ്പോൾ കിട്ടുന്നില്ല, അവർ ചിരിക്കുന്നില്ല. എന്നാ യൂത്ത് വന്നിരുന്ന ഒപ്പ ചിരിയും കൈയടിയാ. ഞാൻ പറഞ്ഞ മനസ്സിലായ ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള തമാശപ്പടങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, ചിലർക്ക് ഭയങ്കരമായിട്ട് വർക്കാവുന്നു, ചിലവർ പറയുന്നു എനിക്കത് വർക്ക് ആയില്ല എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു പടം വന്നിട്ട് കുറെ ആളായി. സത്യത്തിൽ ഒരു ജനകീയമായ കോമഡി എന്ന് പറയില്ലേ, എല്ലാ ഏജ് കാറ്റഗറിയും ചിരിപ്പിക്കുന്ന പടം വന്നിട്ട് കുറെ നാളായി എന്നാണ് എനിക്കും തോന്നുന്നത്. തമിഴിൽ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് ഫാമിലി വന്നു, അത് അത്യാവശ്യം മലയാളത്തിന്റെ കാര്യം പറഞ്ഞു. ടൂറിസ്റ്റ് ഫാമിലി ഓക്കെ, ഞാൻ പറഞ്ഞ ഇപ്പൊ പ്രേമിലും ഇല്ലേ, പ്രേമിലും അങ്ങനെ അത്യാവശ്യം എല്ലാവരെയും കണക്ട് ചെയ്ത് ചിരിപ്പിച്ച പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേമിലു അല്ലേ? എനിക്കും അങ്ങനെ തോന്നി. പ്രേമിലു കണ്ടായിരുന്നു. പണ്ടത്തെ അത്രയും കോമഡി അത്ര അങ്ങോട്ട് ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കുറച്ചുകൂടി ഈ റിയലിസ്റ്റിക് പടങ്ങൾ എന്നൊക്കെ പറയുന്നു. കാരണം ഈ പണ്ട് സലീമേട്ടൻ അങ്ങനെയുള്ള ആൾക്കാർ ഈ കൊടുത്തു വാങ്ങി അങ്ങനെ ചെയ്യില്ല, ഒരു സീൻ ഡെവലപ്പ് ചെയ്ത് ഒരാൾ കൗണ്ടർ അടിക്കുന്നു, മറ്റുള്ള ചില സീനുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ റീലൊക്കെ വരുന്ന കാണാം. ഈവൻ കല്യാണരാമന്റെ ഇതിൽ തന്നെ ദിലീപേട്ടൻ വരെ ചിരിച്ചിട്ട് തിരിയുന്നത്, ലാലേട്ടൻ ചിരിച്ച് തിരിയുന്നത്, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ആ നടന്മാരുടെ ഈ പറയുന്ന ലെജൻഡുകളുടെ ഒരു കൂടലുണ്ട്. അതായത് ഞാൻ നമ്മുടെ സിനിമയുടെ കൂടുതൽ കണക്ട് ചെയ്ത് പറഞ്ഞല്ല, ലെജൻഡുകളുടെ ഒരു കൂടുതൽ തന്നെയാണ്. അതായത് പ്രിയൻ സാറിന്റെ പടങ്ങള്, ഇവരുടെ പടങ്ങള്, ഈ പുലിവാല് കല്യാണത്തില് നിങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഈ ആളുകളുടെ ഇടയിൽ കൂടി പോകുമ്പോ സലീമേട്ടൻ സ്വാമിപാദം, അതായത് ശബരിമലയില് മറ്റേത് കൊണ്ടുപോകല്ലോ, അവര് ഫ്രണ്ടിൽ പോകുമ്പോ ഭക്തരോട് മാറി പറയാൻ വേണ്ടിയുള്ള സാധനമുണ്ടല്ലോ സ്വാമിപാദം. അത് പറയുന്നുണ്ട്, സ്വാമിപാദം സ്വാമിപാദം എന്ന് പറഞ്ഞ് പോകണ്ട പുള്ളി. അത്രയും കാര്യങ്ങളുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള അതാണ്. അതുകൊണ്ടുണ്ട് അവര് പറയുന്നത് വെറും കോമാളിത്തരോ അല്ലെങ്കിൽ കോമഡിയോ അങ്ങനെയുള്ള അല്ല, ആഴമുള്ള തമാശകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേച്ച്. അവരൊക്കെ നമുക്കിപ്പോ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഈ